തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വെട്ടിൽ. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പ്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലാണ് ക്രമക്കേട്. എന്നാൽ 2016 ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചതാണ് എന്നും റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നും എസ് സുരേഷ് പ്രതികരിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് ഈ 43 ലക്ഷത്തിന്റെ ഇടപാട്? മധു, ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വെട്ടിലാകുന്ന റിപ്പോർട്ടാണ്, സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇത് റവന്യൂ റിക്കവറി റിപ്പോർട്ടാണ്. അതായത് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ഇത് 2013 മുതൽ 13 ശേഷം പ്രവർത്തനരഹിതമാണ്. അതായത് ഈ 13 മുതൽ ഈ ഭരണസമിതി അംഗങ്ങളായിരുന്ന ജി പത്മകുമാർ, എസ് സുരേഷ്, ഇപ്പോഴത്തെ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി പത്മകുമാർ എന്നത് ആർ എസ് എസിന്റെ വിഭാഗ് ശാരീരിക് പ്രമുഖാണ്. ഇദ്ദേഹമാണ് ബാങ്ക് പ്രസിഡന്റ്. ഈ ബാങ്ക് ഭരണസമിതി ആകെ 4 കോടി 16 ലക്ഷം രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്ക്. അത് തിരിച്ചു പിടിക്കുന്നതിനാണ് എസ് സുരേഷ് അടക്കം 16 പേരിൽ നിന്ന് ഈ പണം പിടിക്കാൻ ഈ റവന്യൂ റിക്കവറി നടപടി തുടങ്ങിയത്. അതിൽ എസ് സുരേഷ് അടയ്ക്കേണ്ടി വരുന്നത് 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിൻ്റെ സർച്ചാർ ഓർഡറായി. അതിനുശേഷം സഹകരണ ജോയിന്റ് രജിസ്ട്രാറിന്റെ ഹിയറിംഗ് നടന്നു. ഇതിനുശേഷം ഇങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 4 കോടി 16 ലക്ഷം രൂപയുടെ ശോഷണം വരുത്തിയതിന് കാരണമായത് ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിലെ സഹകരണ ചട്ടങ്ങളുടെ ലംഘനം, ബൈലോ വ്യവസ്ഥകൾക്കും കാലാകാലങ്ങളുള്ള സർക്കുലർ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച് കൃത്യവിലോപവും ക്രമക്കേടും കാണിച്ചതിൻ്റെ ഫലമായാണ് ഈ ബാങ്കിൻ്റെ തകർച്ചയിലേക്ക് വഴിവെച്ചതെന്നാണ്. 2023 ഈ റിപ്പോർട്ട് വരുന്നത് 2023 ജനുവരി മാസം 5 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ എസ് സുരേഷ് ഇതിനോട് വിശദീകരിക്കുന്നത് താൻ 2016 ജൂലൈ മാസം 26-ാം തീയതി ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു. താൻ ലോണോ അല്ലെങ്കിൽ മറ്റ് ചിട്ടിയോ അല്ലെങ്കിൽ തന്നെ മറ്റാർക്കെങ്കിലും വേണ്ടി ശുപാർശയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം 2025 ആദ്യം ഹൈക്കോടതിയിൽ നിന്ന് തൻ്റെ പേര് ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ട് എന്നാണ് എസ് സുരേഷ് വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് ഈ ബാങ്ക് ഉള്ളത്, ഈ സഹകരണ ബാങ്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് കാലഘട്ടത്തിൽ, അതായത് 2023 വരെയുള്ള കാലഘട്ടത്തിൽ വന്ന ഈ ബാങ്കിലെ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ അവരുടെ ബാധ്യത നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് ലഭിച്ച് 1 മാസത്തിനകം പലിശ സഹിതം ഇവർ ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ റിക്കവറി നടപടിയിലേക്ക് പോകും, ജപ്തി നടപടിയിലേക്ക് പോകും എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമെന്നാണ് എസ് സുരേഷ് വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സഹകരണ ജോയിന്റ് രജിസ്ട്രാറിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാലയളവിൽ എസ് സുരേഷ് ഇതിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലയളവിൽ അടക്കമുള്ള മൂല്യവും അതുപോലെ തന്നെ ഇതിലെ ഇടപാടുകളും പരിശോധിച്ചാണ് എസ് സുരേഷിന് ഈ ബാധ്യതയുണ്ട് എന്ന് കണക്കാക്കി. ഏതായാലും ഈ ബാങ്ക് ഭരണസമിതിക്ക് ആകെ ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിക്ക് ആകെ 4 കോടി 16 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. അങ്ങനെ മൂല്യശോഷണമാണ് വരുത്തിയിട്ടുള്ളത്. അതിന്മേലാണ് ഇവർ ഉത്തരം പറയേണ്ടി വരുന്നത്. ഏതായാലും വലിയ തോതിൽ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എസ് സുരേഷ്. മാത്രമല്ല, തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ബാങ്കിലെ പ്രതിസന്ധി അത് ബി.ജെ.പി വെട്ടിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, അപ്പോൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെ അടക്കമുള്ള ക്രമക്കേടുകളുടെ പേരിൽ ഭരണസമിതിയിലെ വെട്ടിപ്പിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇതിൽ ചുമതല വഹിച്ചിരുന്ന ഒരു ബാങ്കിലെ ക്രമക്കേട്, അതിലെ ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി 2014 തന്നെ താൻ രാജിവെച്ചതാണ് എന്നും റിപ്പോർട്ടിന്മേലുള്ള നടപടികൾക്ക് സ്റ്റേ ഉണ്ട് എന്നുള്ളതാണ് എസ് സുരേഷിന്റെ പ്രതികരണം. പക്ഷേ ഓരോ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ബാധ്യതകൾ കണക്കുകൂട്ടി കൃത്യമായി എടുത്ത നിലപാട് അതനുസരിച്ച് ശാസ്ത്രീയമായി എടുത്ത രീതി പ്രകാരമാണ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തിരിച്ചടച്ചില്ല എങ്കിൽ ജപ്തി നടപടികളിലേക്ക് പോകും എന്നുള്ളതുമാണ് റിപ്പോർട്ട്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.